ഒരുപാട് നല്ല നല്ല പടങ്ങളിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. പക്ഷെ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് ആംഗ്രി ബേബീസ് ഇൻ ലവ് അല്ല, ഒരു ചെറിയ ക്യാരക്ടർ ചെയ്താണ് വന്നത്. പിന്നെ ഡയറക്ടർ വലിയ ജമ്പായിരുന്നു, അലമാരയിലെ നായികയായിട്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കിട്ടിയത്? ഈ പറഞ്ഞ പോലെ ഓഡീഷൻ ഞാൻ ആംഗ്രി ബേബീസ് ഇൻ ലവ് കഴിഞ്ഞിട്ട് ഞാൻ ഓഡീഷൻസ് പോയിരുന്നു. കാരണം അന്ന് അങ്ങനെ ന്യൂ ഫേസ് തന്നെയാണ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഓഡീഷൻ പോയിട്ട് ഓഡീഷൻ ത്രൂ ആണ് അലമാരയിലേക്ക് പിന്നെ കിട്ടുന്നത്. അടിപൊളി, ബ്രില്യൻറ്റ്. ഓഡീഷൻ ചെന്നപ്പോൾ അവരെന്താണ് അതിഥിയോട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞത്? കാരണം ഓഡീഷന് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഇതുവരെ പോകാത്തവർക്കൊക്കെ ഒരു ഇതായിട്ട് ഓരോ സിനിമയുടെ ഓഡീഷന് പോയാൽ എന്തായിരിക്കും അവർ പറഞ്ഞതെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ. അവിടെ മിഥുൻ ചേട്ടൻ ചെയ്യിപ്പിച്ചത് ആ സിനിമയിലെ ഒരു സീനായിരുന്നു. വേറെ അങ്ങനെ പുറത്ത് വേറെ അങ്ങനെ ഒന്നും ചെയ്യിപ്പിച്ചില്ല. ആ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സീൻ ഉണ്ടായിരുന്നു, അത് ചെയ്യിപ്പിച്ചു നോക്കി. അങ്ങനെയാണ് അതിലേക്ക് ഇന്നായത്. ശരിക്കും ഒരു ഇൻട്രസ്റ്റ് എപ്പോഴാണ് വന്നേ അഭിനയത്തിനോടൊക്കെയുള്ള? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടി ശാലിനീനെ ഒത്തിരി ഇഷ്ടമാണ്. ചാക്കോച്ചന്റെ ഒക്കെ സിനിമ അനിയത്തിപ്രാവ്, നിറം, ആ സമയത്തൊക്കെയാണ് സിനിമ. ഞാൻ 3-ലോ 4-ലോ പഠിക്കുമ്പോഴാണ്. അപ്പൊ ആ സമയം തൊട്ടാണ് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയത്ത് ഓവർകോട്ടുള്ളൊരു ചുരിദാർ കാരണം ഞങ്ങളുടെ ഒന്നും കോളേജിൽ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. എല്ലാരും ബാറ്റ്മാൻ വരുന്ന പോലെ അതിന്റെ പുറത്തോട്ട് ബൈക്കിലൊന്നും പോയില്ല. അതിന് ബൈക്കിൽ പോകാൻ ബൈക്ക് വേണ്ടേ? ചുരിദാർ 1000 രൂപയ്ക്ക് കിട്ടും, ബൈക്ക് 50,000 രൂപ വേണ്ടേ? ഞങ്ങള് അങ്ങനെ പറ്റില്ല, ഞങ്ങളന്ന് ഒരുപാട് പെട്ടുപോയല്ലോ. അതുകൊണ്ട് ഇത് കിട്ടുമായിരുന്നു. കുഞ്ചാക്കോ പോകാൻ കളിക്കാൻ വലിയ പാടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ചാക്കോച്ചനോട് ഞാൻ ചാക്കോച്ചനോടും പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചന്റെ മുഖത്ത് ബുക്ക് വെച്ച് എറിഞ്ഞാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചാണ് ആ സമയത്തല്ല. പിന്നീട് ഞാൻ പഞ്ചവർണ്ണത്തെ ഡയറക്റ്റ് ചെയ്യുമ്പം ചാക്കോച്ചൻ രാവിലെ ഓടാൻ പോകുമ്പോൾ എറിഞ്ഞ പത്രം ചാക്കോച്ചന്റെ മുഖത്ത് കൊള്ളുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ 2-3 തവണ പേപ്പർ എറിഞ്ഞിട്ട് ഇത് അദ്ദേഹത്തിന്റെ മുഖത്ത് കൊള്ളുന്നില്ല, സൈഡിൽ കൂടെയൊക്കെ പോവുക. അപ്പൊ ഒരു ആർട്ട് ഡയറക്ടർ പറഞ്ഞു നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് വെക്കാം, ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണം എന്തെങ്കിലും വെക്കാം, അത് വെച്ച് എറിഞ്ഞാല് മുഖത്ത് കൊള്ളുമല്ലോ. അപ്പൊ ടൈറ്റ് ആണ്, ഒരുപാട് ദൂരെ നിന്ന് എറിയണ്ട, തൊട്ടടുത്ത് ഫ്രെയിമിന്റെ പുറത്തുനിന്ന് മുഖത്തോട്ട് എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ആർട്ട് ഡയറക്ടർക്ക് ഒരു ഭയമായി, കാരണം ഹീറോയുടെ മുഖത്ത് എറിയാൻ പോവാണല്ലോ, അത് എന്തെങ്കിലും കൊള്ളുവോ നോവോ ഒക്കെ ചെയ്താൽ എന്റെ അടുത്ത് കൊണ്ടു തന്നിട്ട് ചോദിച്ചു സാറ് അറിയുമോന്ന് ചോദിച്ചു എന്നോട്. കിട്ടിയ ഞാനത് മേടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഒന്ന് കൊടുത്താലോ, കുറെ നാൾ ഇതുകൊണ്ടൊരു ഉപദ്രവം നമുക്ക് ഉണ്ടായിരുന്നതല്ലേ, പിന്നെ ചെയ്തില്ല, വേണ്ടാന്ന് വെച്ചു. പടം തീരാനുണ്ടായിരുന്നല്ലോ, എന്റെ തന്നെ പടമല്ലേ, ഫസ്റ്റ് പടം തന്നെ ഞാൻ തന്നെ കൊള്ളുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് വേണ്ടെന്ന് വെച്ചു. ആ സമയത്ത് അതിഥി പറഞ്ഞല്ലോ ശാലിനിയോട് ഒരു ആരാധന തോന്നി, അതുപോലെ ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും നടിമാർ? മനീഷ കൊയ്രാള, ഊർമിളയാണത്. എന്ത് നീ ഏത് രംഗീലയാണ് കാണേണ്ടത്? രംഗീലയിലുള്ളത് ഊർമിള, ഇത് ഊർമിള. ഓക്കെ, ഗുപ്തില് കാജോളും മനുഷ്യ കൊയ്രാളയും ഉണ്ടായിരുന്നു, 2 പേരും ഉണ്ടായിരുന്നു. എനിക്ക് മനുഷ്യ കൊയ്രാളനെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഒരു അവാർഡ് നൈറ്റിന് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അവാർഡ് നൈറ്റിന് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഊർമിള മട്ടോൺകറിനെ കണ്ടിട്ടുണ്ട്. ഊർമിളയുടെ ഡാൻസ് കഴിഞ്ഞ് എന്റെ സ്കിറ്റ് ഉണ്ടായിരുന്നു ഒരു അവാർഡ് നൈറ്റിന് ഇവിടെ. അപ്പൊ നമ്മളെ അടുത്ത ബാച്ച് നമ്മളാണല്ലോ, നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനപ്പോ ആലോചിച്ചത് ആരെ നിൽക്കുന്നേ, എത്ര നമ്മള് രംഗിലേക്ക് കാണാൻ പോയ സമയത്ത് അങ്ങനെ സണ്ണി ലിയോൺ കണ്ടിട്ടുണ്ട്, ഊർമിളയെ കണ്ടിട്ടുണ്ട്, മനുഷ്യ കൊയ്രാളയെ കണ്ടിട്ടുണ്ട്, മാധുരി ദീക്ഷിത്തിന്റെയും ജൂഹി ചൗളയുടെയും കൂടെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഉണ്ട്, അതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്. മാധുരി ദീക്ഷിത്തിന്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, ജൂഹി ചൗളയുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, കാജോളിന്റെ കൂടെ സ്റ്റേജിൽ നിന്നിട്ടുണ്ട്, ഷാറൂഖ് ഖാന്റെ കൂടെ സ്റ്റേജിൽ നിന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഷാറൂഖ് ഖാനെ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമുണ്ട്. പിന്നെ കാജൽ അഗർവാൾ, തമന്ന, ഇങ്ങനെ ഇവരുടെ എല്ലാം കൂടെ പല കാലത്ത് അത് ഇതുകൊണ്ടുള്ളൊരു വലിയ ഭാഗ്യം. ഭാഗ്യം കിട്ടിയിട്ടില്ല അല്ലേ? നമുക്ക് ബോളിവുഡ് ആക്ടേഴ്സിനെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ അങ്ങനെയല്ല ഹോളിവുഡ് ആക്ടേഴ്സിന്. എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ജോണി ഡെപ്പിനെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളതാണ്. പിന്നെ വേറെ ആരെയാന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യോ അയ്യോ അല്ല, മാധവ് മാഷ്. ശ്ലതകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യഭാം 2 അക്ഷരം കുറിച്ചിട്ടുള്ളതും മറ്റൊന്നിൻ കർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന വർണ്ണത്തിലാശങ്ക ഉൽപ്രേഷാൽ അലങ്കൃതി. അതിഥി എന്റെ മലയാളം ഭാഷയാണ് മാധവ് മാഷ്. ശരിക്കും എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവർ കൊണ്ടുവന്നേക്കുവാണല്ലേ? താങ്ക് യു സോ മച്ച്. സർപ്രൈസ് ചെയ്യാൻ കൊണ്ടൊന്നുമില്ല, അതിന് ക്യാമറ ഏതാ ഫ്ലോർ ഏതാന്നൊന്നും അറിയാൻ പാടില്ല. ഇവിടെ ഷൂട്ട് നടക്കും, അതിന്റെ ഇടയിലോട്ടാണ് കയറി വന്നത്. ഞാനോടത്ത് ഏതോ നിങ്ങൾ കാണാൻ ആഗ്രഹമുള്ള സിനിമയുടെ വന്നിരിക്കണേ എന്നുള്ളത്. അല്ലല്ല, ഞാൻ ഡയാനനെ കാണാൻ വേണ്ടിട്ട് വന്നതല്ലേ. ആണോ? ശരി, ഒരു മാഷ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ലെ ആ ചൂരല് മേടിച്ച് ഞാൻ ചന്തിക്കിട്ട് ഇതെന്റെ ആനത്തോട്ടിയാണ്. ആനത്തോട്ടിയോ? ഇവളുണ്ടല്ലോ ഈ ഡയാന, ഇവൾ ഇപ്പോഴല്ലേ ഡയാന.
പണ്ടിവളെ ഇടയാനായിരുന്നു അന്ന് ഞാനിവളെ മെരുക്കി നിർത്തിയിരുന്ന എന്റെ തോട്ടിയാണിത്. അപ്പൊ ഡയാനെ എത്ര ക്ലാസ് വരെയാണ് ഇദ്ദേഹം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്? 1-ാം ക്ലാസ്സിൽ മുതൽ 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അന്നേ എനിക്കറിയാമായിരുന്നു ഇവളുടെ ഉള്ളിൽ ഒരു കലയുണ്ടെന്ന്. അതെ അതെ അതെ. ആ കല അങ്ങോട്ട് വളർന്ന് പൂത്ത് പന്തലിച്ചേക്കല്ലേ. എന്നെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു പരിപാടികളിൽ പങ്കെടുക്കാൻ. ഡയാന നന്നായി പഠിക്കുവോ? നന്നായി പഠിക്കുവോ? പഠിക്കുമായിരുന്നല്ലോ. പിന്നെ ഇവിടെ നന്നായിട്ട് പഠിക്കും. അത് മാത്രമല്ല ചാക്കിലോട്ടം, പിന്നെ ഇഷ്ടിക നടക്കല്, അങ്ങനെയുള്ള കലാപരിപാടികളിലൊക്കെ ഇവള് ഫസ്റ്റ് ആയിരുന്നു. എല്ലാത്തിനും മാഷാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. മാഷ് പറയേ എന്താ വന്നേ? ഞാൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണല്ലോ. ആ. കുമാരൻ ഒരു കൈത്താങ് എന്നിട്ടുള്ളതാണ് പരിപാടി. ശരി. അപ്പൊ അതിൽ ഇന്നലെ മീറ്റിംഗ് കൂടി കഴിഞ്ഞ സമയത്ത് നമ്മുടെ സ്കൂളിലെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഡയാനയാണല്ലോ. എല്ലാവർക്കും ഒരു നിർബന്ധം, എങ്ങനെയെങ്കിലും ചെന്ന് കണ്ട് ഡയാനയെ കൊണ്ട് അതിഥിയെ അവിടെ ഒന്ന് കൊണ്ടുവരുത്തിപ്പിക്കണമെന്ന്. അതിനുവേണ്ടി വന്നതാണ്. പിന്നെ അതിന്റെ കൂടെ രമേശ് വെറുതെ അടയ്ക്കല്ല. അപ്പൊ രമേശ് ഒന്ന് വന്നോട്ടെ. ഞാനങ്ങനെ വെറുതെ നടക്കുമല്ല. അല്ല, രമേശ് വന്നിട്ട് വേറെ ഒന്ന് പ്രസംഗിക്കുക ഒന്നും വേണ്ട. അല്ല വേണ്ട, ഞാൻ വരുന്നില്ല. അല്ല, രമേശ് വരണം. അല്ല മാഷ അങ്ങനെ പറയുന്നത്, നിങ്ങളുടെ സ്കൂളിലെ വലിയ സെലിബ്രിറ്റി അല്ലേ ഡയാന, നിങ്ങൾക്ക് അപ്പൊ ഡയാനെ കൊണ്ടത് ചെയ്യിച്ചൂടെ? പറയും. ചേട്ടാ, എന്റെ മാഷിന്റെ ഒരു റിക്വസ്റ്റ് അല്ലേ, എങ്ങനെയെങ്കിലും രണ്ടുപേരും സമയം കണ്ടെത്തി ഒന്ന് വന്നു കഴിഞ്ഞാല് കലാപരിപാടി ഒന്നും ചെയ്യണ്ട. വന്നതിന് ശേഷം വരിക, മാഷിന് ചെക്കൊപ്പിട്ട് തരിക, പോവുക. ആ, എന്താ ചെക്ക് തരിക, പോവുക. ചെക്കോ? ആ, അങ്ങോട്ട് നിങ്ങൾ ഞങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് പേയ്മെന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒപ്പിട്ട് തരുമോ ചെക്ക്? അല്ലല്ല, ചെക്ക് രമേശിന്റെ വീട്ടിലുണ്ടല്ലോ. രമേശിന് എടുത്തോണ്ട് വരാലോ, എപ്പോഴാണെങ്കിലും എടുത്തോണ്ട് വരാലോ. എടുത്തോണ്ട് വരിക, അതിനകത്ത് ഒപ്പിടുക. ബ്ലാങ്ക് ചെക്കാണ് ഞങ്ങൾക്ക് വേണ്ടത്, തരിക. പൈസ അങ്ങോട്ട് കൊടുക്കാൻ. കുമാരനൊരു കൈത്താങ്ങാണ്. ആരെ കുമാരനാരാ? അതായത് കുമാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നിർധനനായിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. എന്റെ കൂടെ പഠിച്ച കുമാരൻ. അതെ അത് മാഷിന്റെ മോനല്ലേ? അതെ, പക്ഷെ അവൻ നിർധനനാണല്ലോ. അപ്പൊ മാഷിന് പെൻഷൻ ഒന്നും കിട്ടുന്നില്ലേ? എനിക്ക് റിട്ടയർ ആയപ്പോൾ കിട്ടിയ പൈസ കൊണ്ടല്ലേ മൂത്ത മോള് ബാംഗ്ലൂർ IT കമ്പനി തുടങ്ങിയത്. രമേശേട്ടാ, അതിഥി എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സ് വെച്ചിട്ട് എന്റെ സ്കൂളാണ്, എന്റെ മാഷിന്റെ റിക്വസ്റ്റ് ആയപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നു പോയാൽ മതി. മാറുന്നില്ലല്ലോ, ഡേറ്റ് കറക്റ്റ് അല്ലേ? നിങ്ങളുടെ കൺവീനിയൻസ് ഡേറ്റ് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് വെക്കുവാണെങ്കിൽ ഞാനും അതിഥിയും കൂടെ ആ ഫംഗ്ഷന് വരാം, ഡയാനയും വരാം. പിന്നെ ആ കുമാരന്റെ കൈത്താങ്ങൊന്നും നടക്കണ കേസല്ല, നമ്മൾ വരാം, സംസാരിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ മാഷേ, ഞങ്ങൾ ഷൂട്ട് നടത്തണം. അല്ല മോളെ, എനിക്ക് ഇനി വൈകുന്നേരം ട്രെയിൻ ഉള്ളതേ. അപ്പൊ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റൂം എടുക്കാൻ കാശില്ല. അപ്പൊ മോളെന്തെങ്കിലും ഒരു പൈസ ഇല്ലാന്നൊന്ന് വിഷമിക്കുവാണോ? പക്ഷെ എന്നോടൊരു വാക്ക് പറയണ്ടേ? അയ്യോ, ഇത് ഓർത്ത് വിഷമിക്കണ്ട. ഒരു ഊണും കഴിക്കണം. എല്ലാത്തിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. മാഷ് ഒന്നും പേടിക്കേണ്ട. അവിടെ പോയി കുറച്ച് എത്ര നേരം വേണേലും അവിടെ പോയി ഇരുന്നോ കേട്ടോ. അവിടെ ഇരുന്നോ, ഓക്കെ അല്ലേ? അവിടെ ഇരുന്നോളൂ. അവിടെ ഇരുന്നോ. പിന്നെ ഇവിടെ ഇരുന്ന് ആവശ്യമില്ലാത്തൊന്നും പറയരുത് കേട്ടോ. ഞാനടുത്ത് നീ പൈസ കൊടുക്കുമെന്ന് എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ ഇവിടെ ഒരാളെ വിളിച്ചിരുത്തുമ്പോ? ഇരിക്കാലോ, പൈസ ഇരിക്കാലോ അവിടെ. മാഷ അവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞ. എന്റെ ഭാവം കണ്ട ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നാ വിചാരം. Once upon a time, once upon a time.